ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണ് ഓരോ പ്രവാസിയും തങ്ങളുടെ കുടുംബങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങുന്നത്. നമ്മളും അങ്ങനെ ഒരു മാസത്തെ വെക്കേഷന് ശേഷം തിരിച്ചു പോവുകയാണ്. പാക്ക് ചെയ്ത പെട്ടികളൊക്കെ ഇനി കാറിൽ എത്തിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ്. പറയുമ്പോൾ വീടിന്റെ വാതിക്ക് വരെ പഞ്ചായത്ത് റോഡ് ഉണ്ടെങ്കിലും വർഷങ്ങളായിട്ട് മെയിന്റനൻസ് ഒന്നും ഇല്ലാതെ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കാർ അടുത്തൊരു വീട്ടിലിടാറാണ് പതിവ്. അങ്ങനെ മഴയൊക്കെ പെയ്ത് ആകെ കുളമായി കിടന്ന റോഡിലൂടെ നമ്മൾ പെട്ടികളൊക്കെ ഒരുവിധം കാറിൽ എത്തിച്ചിട്ടുണ്ട്. പെട്ടിയൊക്കെ ചിമ്മി കുഴഞ്ഞ് എന്റെ മനസ്സിൽ വന്ന ഒരു ഡയലോഗ് എന്താണെന്നറിയോ? ഇനി റോഡ് റെഡിയാകുന്നവർ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്നൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങ് ഓടിയെത്തുന്നത് നമ്മുടെ കുടുംബത്തെ കാണാനാണ്. ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് അടിസ്ഥാന സൗകര്യമായ നല്ലൊരു വീട് പോലും ഇല്ലായിരുന്നു. ഷീറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന നല്ലൊരു കതവ് പോലും ഇല്ലാത്ത ആ വീട്ടിൽ നിന്നും അത്യാവശ്യം സൗകര്യങ്ങളുള്ള നല്ലൊരു വീട് വെച്ച് ഞങ്ങളുടെ പേരൻസിനെ നന്നായി നോക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് നാടും വീടും വിട്ട് ഇങ്ങനെ പ്രവാസി ആയതുകൊണ്ട് മാത്രമാണ്. കുടുംബ ബന്ധങ്ങളെക്കാൾ സാമ്പത്തികത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ വ്ലോഗിൽ ഒരാളിട്ട കമന്റിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും റെഡി ആയിട്ട് ഇറങ്ങാം. യാത്ര പറയുമ്പോൾ എല്ലാവരും കരയും, കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം ഓക്കെ ആവും. പക്ഷെ പോകുന്ന പ്രവാസികളുടെ ഓരോരുത്തരുടെയും നെഞ്ചിൽ എന്നും ഒരു നോവാണ് നാട്. അതിപ്പോ ലോകത്ത് എവിടെ പോയാലും എന്തൊക്കെ കുറവുണ്ടെങ്കിലും നമ്മുടെ നാട് നമുക്കൊരു വികാരം തന്നെയാണ്.